വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വ്ലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് മൈസൂരിലാണ്. അപ്പൊ ഫസ്റ്റ് ഞങ്ങളിപ്പോൾ രാവിലെ പോകാൻ പോകുന്നത് മൈസൂർ സൂയിലേക്കാണ്. ആഫ്റ്റർ ദാറ്റ് വി ആർ പ്ലാനിങ് ടു ഗോ മൈസൂർ വൃന്ദാവൻ. അതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയോ പ്ലാൻസ് ഉണ്ട്, അത് ഞാൻ പോകുന്ന വഴി എല്ലാം പറഞ്ഞുതരാം. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പറഞ്ഞോ. Hello guys, welcome to this channel. അപ്പൊ നമ്മളെ ജേർണി ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് സൂയിലേക്കാണ്. സൗണ്ട് എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല, എന്നാലും ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് വി ആർ ഗോയിങ് ടു സൂ. ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മൾ കൂട്ടം തെറ്റിയ കുഞ്ഞാടുകളെ പോലെ ആയിപ്പോയി. ഇന്നലെ ഞങ്ങൾ 2-3 പ്രാവശ്യം വഴി തെറ്റി, ഞങ്ങൾ ഒറ്റപ്പെട്ട്. അത് കാരണം ഞങ്ങളിപ്പോ ഇവരെ കൂടെ തന്നെ നടക്കുന്നത്. നോക്കി നടന്നു, അല്ലെങ്കിൽ ഇപ്പൊ ഇവര് മിസ്സാണ്. ദിസ് ഈസ് ദ എൻട്രൻസ് ഗൈസ്. വെൽക്കം ടു സൂ എൻട്രൻസ് മൈസൂർ. കൗണ്ടർ. അപ്പൊ നമ്മളെ കൂടെ ഉള്ള ഗൈഡ് ഹി വിൽ ടേക്ക് ദ ടിക്കറ്റ്സ് ആൻഡ് കം. അപ്പൊ നമ്മള് സൂയിലേക്ക് എത്തി. സൂയിൽ കയറുമ്പോ തന്നെ പീക്കോക്കാണ് ഇവിടെ ഉള്ളത്. ഇത് മറ്റേ ഗ്രേ പാരറ്റ് ആണ്, ആഫ്രിക്കൻ ഗ്രേ പാരറ്റ്. ഇതൊക്കെ നമ്മള് ഓൾറെഡി കാണുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ്. ഇത് സൺകോറാണ്. Oh yeah, that's a cockatoo. That's a cockatoo. That's a rainbow lorikeet. അതായത് അങ്ങനെ ഒരു നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് സംസാരിച്ച് നടക്കാൻ പ്രശ്നമില്ല. ഞങ്ങൾ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ ഫുള്ള് ഒരു ബേർഡ്സിൻ്റെ സെക്ഷനാണ് കണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സെക്ഷനാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഫുള്ള് ടൈഗറും ചീറ്റ അങ്ങനെയുള്ള കുറേ ആനിമൽസിൻ്റെ ഒരു സെക്ഷനാണിത്. നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. സൂവിൻ്റെ 1892 ഈ സൂ എസ്റ്റാബ്ലിഷ് ആവണത്. 10.9 acres ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ അഡീഷണൽ ആയിട്ട് 0.22 acres ആണ് പിന്നെ അഡീഷണൽ ആയിട്ട് അവർ ഇൻക്ലൂഡ് ചെയ്തേക്കണത്. അത് 1909 അത് ഇൻക്ലൂഡ് ആക്കിയിരിക്കണത്. പിന്നെ ഹോളിഡേ വരുന്നത് ട്യൂസ്ഡേ ഇവിടെ ഹോളിഡേ ആണ്. ബാക്കി എല്ലാ ദിവസവും 8:30 to 5:30 PM ആണ് ഇവരുടെ ടൈമിങ്. സൂ എൻട്രൻസ് ഫീസ് അഡൾട്ടിന് 100 rupees ചൈൽഡിന് 50 rupees ആണ്. ബിലോ 5 ഫ്രീ ആണ്. പിന്നെ വെഹിക്കിൾ പാർക്കിംഗ് കാറിനാണെങ്കിൽ 70 rupees. പിന്നെ മൈസൂർ സൂ ആൻഡ് കരാഞ്ചി ലേക്ക് എന്ന് പറഞ്ഞ ലേക്കും കൂടിയുള്ള ഒരു കോംബോ ഓഫർ അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണണമെങ്കിൽ എക്സ്ട്രാ 30 rupees കൂടി കൊടുക്കുമ്പോൾ അപ്പോൾ 130 rupees എൻട്രി ഫീസ് വരുന്നത്. ചൈൽഡിനാണെങ്കിൽ 70 rupees. പിന്നെ അതിനകത്ത് ഒരുപാട് ഏക്കേഴ്സ് ഉള്ള കാരണം കുറേ നേരം നടക്കാനുണ്ടാവും. അപ്പോൾ അത് കാരണം നമുക്ക് വേണമെങ്കിൽ ബാറ്ററി ഓപ്പറേറ്റഡ് വെഹിക്കിൾസ് അവിടെ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ അതെടുക്കാം. അത് അഡൾട്ടിന് 200 rupees ചൈൽഡിന് 150 rupees വരുന്നത്. നടന്ന് എന്റെ ഊപ്പാട് ഇളകി.
ഇവിടെ എന്തൊക്കെ ആനിമൽസ് ഉണ്ടെന്നുള്ളത് ഈ സംഭവം ഇങ്ങനെ അറിയാം. ഇതിൽ ഞാൻ വിട്ടുപോയ കുറെ ആനിമൽസ് ഉണ്ടാവും, അതൊക്കെ ഇതിലുണ്ട്. തീരണിയില്ല ഗൈസ്, കാലുവേദന എടുക്കണം. വീഡിയോ എടുക്കണം. ആരുണ്ടാവാൻ, നമ്മൾ അവരോട് സംസാരിക്കണം. നമ്മൾ വീഡിയോ ഇടുമ്പോ അവര് നമ്മൾ ഡയറക്റ്റ് സംസാരിക്കണ പോലല്ലേ. എന്റെ പ്രേക്ഷകർക്ക് കാണുമ്പോ അവർക്ക് മനസ്സിലാവും ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്. കരടീന്റെ ഒരു ദിസ് ഈസ് കോൾഡ് കരടി. ഇതിനകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് ചോദിച്ചാ, ഇറ്റ്സ് എ വൈൽഡ് കാറ്റ്, ജംഗിൾ കാറ്റ്. കൂടെ ആ മങ്കീനെ ക്രേസി ആക്കണം നോക്ക്. സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ് ഈ പരിപാടി ചെയ്യണവര്. മിയ കാറ്റ്സാ നീറ്റ് ഉണ്ടല്ലോ, മറ്റു മുടി വെട്ടാത്ത കരടിയല്ലല്ലോ. നടന്ന് ഒരു പരിവായി. ഞങ്ങളിവിടെ വന്നിട്ട് റെസ്റ്റ് എടുക്കണേണ്. കൊറേ നടക്കാനുണ്ട്. ഇത് എത്രയോ ഏക്കറാണ് ഈ സ്ഥലം. ഓരോന്ന് കണ്ടിട്ട് ഇനി കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് വന്ന് ഇനി കാണണ്ട, വീട്ടിൽ പോവാന്ന് പറഞ്ഞു. അത്രേ ടയർഡായി. ഇവിടെ ഫുള്ള് ഡക്സ് ആണ്, ഫുൾ ഡക്സ് ആണ്. ഇനി 700 മീറ്ററും കൂടെ വാക്ക് ചെയ്യണം, എന്നാലേ എക്സിറ്റ് ആവുള്ളൂ. അപ്പൊ ഞങ്ങൾ കുറച്ച് നടക്കിന് കൊറേ നേരം റെസ്റ്റ് എടുത്ത് പിന്നെ നടക്കാന്ന് വിചാരിച്ചു. നടന്ന് നടന്ന് ഞങ്ങൾ ഒരു പരിഭവമായി. ഇവിടെ ഇനി സൈഡിലൊക്കെ എമു, മറ്റേ ഓസ്ട്രിച്ച്, വൈൽഡ് ബഫല്ലോ, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ഇനി അതിനൊന്നും എടുക്കാനുള്ളൊരു ശേഷിയില്ല. Oh yeah, did you know giraffes sleep half awake? Is it? Yeah. അങ്ങനെ ഞങ്ങൾ വിശന്ന് വലഞ്ഞ് പുറത്തെത്തിയപ്പോൾ ഒരു ഫ്രൂട്ട്സ് വെക്കുന്ന ഒരു ചേച്ചീനെ കണ്ട്. അപ്പോൾ ആ ചേച്ചി ഞങ്ങളെ മാടി വിളിച്ചു. അപ്പോൾ ഞങ്ങൾ ഓർത്തു കുറച്ച് ഫ്രൂട്ട്സ് ആ ചേച്ചീൻ്റെ ആയിരുന്നു വാങ്ങിക്കുക. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, എൻ്റെ ഫസ്റ്റ് കച്ചവടമാണ്, എന്തായാലും നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയണ്ടായിരുന്നു. എന്തായാലും ആ ചേച്ചി ഹാപ്പിയായി, ഞങ്ങൾ ഹാപ്പിയായി. അങ്ങനെ ഞങ്ങൾ ബസ്സിലേക്ക് പോകാനുള്ള പരിപാടി. ഞാൻ ഈ ട്രിപ്പിൽ നിങ്ങളെ ഫുഡൊന്നും കാണിച്ചിട്ടില്ല. ഞങ്ങളുടെ തിരിച്ചെത്തി, ഞങ്ങളെ സ്ഥലത്തേക്ക് എത്തി. ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് സദ്യയാണ് ഇന്നത്തെ ഫുഡ്. ഞാൻ പറഞ്ഞില്ല ഓൾറെഡി, ഫുഡ് നമുക്ക് അവർ മേക്കാക്കി തരാണ്. ഞങ്ങൾ റൂമിലെത്തി തിരിച്ചു വന്നൂടെ ഫ്രഷൊക്കെ ആയി രണ്ടാമത്തെ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. സോ ഞങ്ങൾ ബസ്സിലേക്ക് കയറി. ഇനി ഞങ്ങൾ പോകാൻ പോണ പ്ലേസാണ് ശ്രീരാഗപട്ടണ, ഫോർട്ട് ഓഫ് ടിപ്പു സുൽത്താൻ. അതായത് ശ്രീരാഗപട്ടണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈസൂറിന്റെ ക്യാപിറ്റലാണ്. ആ ഫോർട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് ഉപയോഗിച്ചിരുന്നതാണ്. ആ കോട്ടയുടെ ഭാഗങ്ങളാണ് രണ്ട് ഇതാണ് കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ടോ, അതിന്റെ ഭാഗങ്ങളാണ് വന്നോണ്ടിരിക്കുന്നത് രണ്ട് സൈഡും. നമ്മൾ എൻട്രൻസിൽ കയറിയിട്ടുള്ളൂ. ആയിരത്തി 454 ഈ ഫോർട്ട് ബിൽഡ് ചെയ്യണത്. തിമ്മന്ന നായക്ക എന്ന് പറഞ്ഞ ഒരു റൂളറാണ് ഇത് ബിൽഡ് ആക്കണത്. മുക്കിക്കൊല്ലു വന്നിട്ട് പണ്ട് പണിഷ് ചെയ്തിരുന്ന സ്ഥലമാണെന്ന് പറയണത്.
റൈറ്റ് സൈഡിൽ കാവേരി നദിയുണ്ട്. അപ്പോൾ ഇതൊരു പണിഷ് ചെയ്യണ ഇതാണ്, കുറ്റവാളികളെ പണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ആ ഒരു ഹോൾസ് കണ്ടോ അവിടെ, ആ ഹോൾസിലൂടെ വാട്ടർ വരും, വന്നിട്ട് ഇതിനകത്ത് ഫുൾ വാട്ടർ നിറയ്ക്കും. അപ്പോൾ കുറ്റവാളികൾ ഇതിനകത്ത് കൊണ്ടിട്ട് ഓരോ പ്ലേസിൽ ഇങ്ങനെ കെട്ടി ചങ്ങലയിലിടും. എന്നിട്ട് ആ വെള്ളം ഫുള്ളാക്കി തുറന്നിടുമ്പോൾ ഇത് ഫുൾ വാട്ടർ വെച്ച് നിറയും. ഈ ഒരു കല്ല് കണ്ടോ ഈ റൈറ്റ് സൈഡിൽ, ഈ കല്ലിലാണ് അവർ കെട്ടിയിടുന്നത്. എന്നിട്ട് ഫുൾ വെള്ളം ഫില്ലാക്കും. അങ്ങനെ മുങ്ങി മരിക്കലാണ് ചെയ്യണത്. അതായിരുന്നു പണിഷ്മെൻ്റ് എന്നാണ് പറഞ്ഞത്. ഒരുപാട് പേരെ ജീവൻ ഒടുക്കിയ സ്ഥലമാണ്. പെട്ടെന്ന് നോക്കി നടന്നില്ലെങ്കിൽ നമ്മളെ തല അവിടെയൊക്കെ പോയി ഇടിക്കും. അപ്പോൾ അത് കാരണം വളരെ സൂക്ഷിച്ച് വേണം നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവിടെയും വന്നിട്ട് എല്ലാവരും അതിൽ ഓരോരുത്തരുടെ പേരും കാര്യങ്ങളൊക്കെ ഇവിടെയും എഴുതി വെച്ചിട്ടുണ്ട്. അതാരും എന്താ പറയുക ഒഴിവാക്കിയിട്ടില്ല. ഇത് പഴയ ബീരങ്കിയുടെ ഒരു ഭാഗമായിട്ട് ഇട്ടേക്കനെയാണ്. കുതിരനെ കണ്ടപ്പോൾ ഹവാസിന് എപ്പോഴും ഒരു വീക്ക്നെസ്സാണ് കുതിര ഇതിൽ കയറണം, കുതിരൻ്റെ പുറത്ത് കയറണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ കയറ്റി. ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്ന ഒരു ബസ്സിലുണ്ടായിരുന്ന ഒരു കുട്ടിയും അവളും കൂടെ ഒന്നിച്ച് കയറി. എന്താ പറയുക, ഒരു റൗണ്ട് കിട്ടി. എത്ര കാശാണെന്ന് ഞാൻ ശരിക്കും ഓർക്കണില്ല. എനിക്കൊന്നും 100 റുപ്പീസാണെന്ന് തോന്നണം. അപ്പോൾ അതിനൊരു ചെറുതായിട്ടൊന്ന് പോയി, ചെറുതായിട്ടൊരു റൗണ്ട് അടിച്ച് വന്നു. അതിന് 100 റുപ്പീസ് അങ്ങനെയാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇനി ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായ ടിപ്പു സുൽത്താൻ സമ്മർ പാലസ് ഇൻ ശ്രീരംഗപട്ടണ മൈസൂരിലേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. ഇത് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ആ ഫോർട്ടിൻ്റെ ഫ്രണ്ടിൽ കുറേ ഇങ്ങനെ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബസ്സിലെല്ലാവരും കയറി. ഈ കാണുന്ന പ്ലേസാണ് ടിപ്പു സുൽത്താൻ്റെ ബോഡി ഫൗണ്ട് ആക്കിയ പ്ലേസാണിത്. ഇതിനകത്ത് കയറാൻ വേണ്ടി ഫോൺ പേ അത് മാത്രമേ എടുക്കുള്ളൂ. ഇത് വെബ്സൈറ്റിൽ കയറിയിട്ട് അത് രജിസ്റ്റർ ചെയ്യണം, എന്നാലേ ഇതിനകത്ത് കയറാൻ പറ്റുള്ളൂ. ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. അപ്പോൾ ഇതാണ് ടിപ്പു സുൽത്താൻ്റെ സമ്മർ പാലസ് ഇൻ ശ്രീരംഗപട്ടണ മൈസൂർ. ഇതിൻ്റെ പണി തുടങ്ങിയത് ടിപ്പു സുൽത്താൻ്റെ ഫാദറായ ഹൈദരാലിയാണ്. ഇത് കംപ്ലീറ്റ് ആക്കിയത് ടിപ്പു സുൽത്താനാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾക്ക് ഷൂട്ടാക്കാൻ വേണ്ടിയിട്ട് അവർ അലൗ ചെയ്തിരുന്നില്ല, ബിക്കോസ് അത് റെസ്ട്രിക്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ടിപ്പോൾ പിന്നെ അത് ഞാനും ചെയ്തില്ല. ഇത് ഇവരുടെ സമ്മർ പാലസിൻ്റെ ഔട്ട് സൈഡാണ്. ടിപ്പു സുൽത്താൻ യൂസ് ചെയ്ത വസ്ത്രങ്ങളും അതുപോലെ കോയിൻസ്, അവരുടെ ഫാമിലി യൂസ് ചെയ്ത പാത്രങ്ങൾ, സിൽവർ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, ക്രൗണ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അതിൽ ഷോക്കേസ് ചെയ്തേക്കുന്നത്. പിന്നെ പെയിൻറ്റിങ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. 200 വർഷം പഴയ പെയിൻറ്റിങ്സും കാര്യങ്ങളും എല്ലാം അതിനകത്ത് ഇങ്ങനെ ഷോക്കേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കത് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല.
നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായ വൃന്ദാവൻ ഗാർഡൻസിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മൈസൂർ സിറ്റിയിൽ നിന്ന് 12 കിലോമീറ്റേഴ്സ് ഉണ്ട് വൃന്ദാവൻ ഗാർഡനിലേക്ക്. എല്ലാ ദിവസവും വർക്കിംഗ് ആണ് ഈ വൃന്ദാവൻ ഗാർഡൻ. ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് 1927 കംപ്ലീറ്റ് ചെയ്തത് 1932. 60 ഏക്കേഴ്സിലാണ് ഈ വൃന്ദാവൻ ഗാർഡൻ ബിൽഡ് ആക്കിയേക്കുന്നത്. 2 മില്യൺ ആൾക്കാരെ ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. നമ്മൾ പോയ ടൈമിൽ ഒരു ഓൾമോസ്റ്റ് രാത്രി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കാരണം ഒന്നും ക്ലിയർ ആയിട്ട് ഷൂട്ട് ചെയ്യാനും പറ്റിയിട്ടില്ല. ഭയങ്കര റഷ് എന്നൊക്കെ പറഞ്ഞാൽ അത്രയും റഷായിരുന്നു. ഒന്നും പ്രോപ്പറായിട്ട് ഷൂട്ട് ചെയ്യാനോ ഒന്നും ക്ലിയർ ആയിട്ട് കാണാനോ ഒന്നും പറ്റിയിട്ടില്ല. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്കൊരു മ്യൂസിക് ഫൗണ്ടെയിൻ ഉണ്ട്. അതിനൊരു വാട്ടർ ഡാൻസും അങ്ങനെയുള്ളൊരു സംഭവം ഉണ്ട്. മ്യൂസിക് ഓഫ് സോങ്സ് അവരിങ്ങനെ പ്ലേ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് വാട്ടർ ഇങ്ങനെ അതിനനുസരിച്ച് പോകും. അതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ നിയർ തന്നെയാണ് കൃഷ്ണരാജസാഗർ ഡാം സ്ഥിതി ചെയ്യണത്. ഓൾറെഡി നമ്മൾ അകത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഡാം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഒരു ഈവനിങ് ടൈമിലൊക്കെ പോകണമെങ്കിൽ നമുക്കിത് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മൾ പോയ ടൈം റോങ് ടൈമാണ്. ബിക്കോസ് ആ ടൈമിൽ പോയിട്ടുണ്ടെങ്കിൽ ഒന്നും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. വൃന്ദാവൻ ഗാർഡൻ്റെ ടൈമിങ് വന്നത് വീക്ക് ഡേയ്സിൽ 7 to 8 വീക്കെൻഡ്സിൽ 7 AM to 9 PM ആണ് വീക്കെൻഡ്സിൽ വരുന്നത്. മ്യൂസിക്കൽ ഫൗണ്ടെയിൻ്റെ ടൈമിങ് വരുന്നത് 6:30 to 8 PM ആണ് വീക്ക് ഡേയ്സിൽ. വീക്കെൻഡിൽ 6:30 to 9 PM ആണ്. ഈ ഗാർഡൻ കംപ്ലീറ്റ് ജസ്റ്റ് ഒന്ന് കണ്ടു തീർക്കാൻ വേണ്ടി 3 to 4 hours വേണം നമുക്ക്. ഈവനിങ് ടൈമാണ് ബെസ്റ്റ് ടൈം. എൻട്രി ഫീസ് വന്നത് അഡൾട്ടിന് 50 rupees കിഡ്സിന് 10 rupees ആണ്. പിന്നെ ക്യാമറ DSLR ക്യാമറയൊക്കെ കൊണ്ടുപോകണമെങ്കിൽ 100 rupees എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. പിന്നെ ബോട്ടിംഗ് ഉണ്ട്, റൗണ്ട് ട്രിപ്പ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 30 rupees ആണ് ബിഫോർ 6 PM. ആഫ്റ്റർ 6 PM 60 rupees ആണ് ചാർജ് ചെയ്യണത്. വൺ സൈഡ് ആഫ്റ്റർ 6 PM 30 rupees ആണ്. പാർക്കിംഗ് റുപ്പീസ് വന്നത് 100 rupees ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്നും ഇഷ്ടപ്പെട്ടു എന്നും ഉണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് സപ്പോർട്ട്. എന്നാലേ എനിക്ക് ഫ്രണ്ടിലേക്ക് വരാൻ പറ്റുള്ളൂ. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണരുത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.